നമസ്കാരം. പൂരനക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് മീനമാസത്തിലെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുന്നവർക്ക് ശ്രമിച്ചാൽ മികച്ച കമ്പനികളിൽ നല്ല ശമ്പളത്തിന് ജോലി ലഭിക്കുന്നതാകുന്നു. ഫാഷൻ മോഡലുകൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതാകുന്നു. ബ്യൂട്ടീഷ്യൻ ആയി തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെ ഗുണപ്പെട്ടൊരു സമയമാണ്. സിനിമയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ആ തൊഴിലുകൾ ചെയ്യാൻ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. വെഡ്ഡിംഗ് പ്ലാനറായി ജോലി നോക്കുന്നവർക്ക് ഈ മാസം മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. റേഡിയോ, ടെലിവിഷൻ, സിനിമ, പരസ്യകല മുതലായവയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ധാരാളം പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതിനും അതുമൂലം അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്നു. മാത്രമല്ല, വേണ്ടും വിധം നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം ധനവും പേരും പ്രശസ്തിയൊക്കെ ലഭിക്കേണ്ട സാധ്യത കൂടി കാണുന്നു. ഞാൻ ഇതുവരെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങളാണ്. പക്ഷെ ആ ഗുണഫലങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട്. ആ തടസ്സങ്ങളെയാണ് ഞാൻ വിവരിക്കുന്നത്. പല രോഗങ്ങളും വരവേണ്ട സാധ്യത കാണുന്നുണ്ട്. അഗ്നിയിൽ നിന്നോ ഇലക്ട്രിസിറ്റിയിൽ നിന്നോ ഉള്ള പൊള്ളലേൽക്കേണ്ട സാധ്യത കാണുന്നുണ്ട്. ഇടിമിന്നലിൽ നിന്നും പൊള്ളലേൽക്കേണ്ട സാധ്യത കാണുന്നു. ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ തടസ്സം വരേണ്ട സാധ്യത കാണുന്നു. ഇലക്ഷൻ പോലുള്ള മത്സരങ്ങളിൽ തോൽവി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പം സമുദായത്തിൻ്റെ ഇലക്ഷനോ സംഘടനയുടെ ഇലക്ഷനൊക്കെ നിന്നാൽ തോൽക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും അവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട് തരം താഴ്ത്തപ്പെടാം. അല്ലെങ്കിൽ അവർക്ക് വേറെ ശിക്ഷാ നടപടികൾ ലഭിക്കാം. കടം വാങ്ങിയിട്ട് ആയാലും വീടിന് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് ഒരു ഇത് കാണുന്നു. ദൂരയാത്രയും മനോദുഃഖവും ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നു. ബന്ധുക്കളുടെ വിരോധവും വരേണ്ട ഒരു സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്ന്, അതായത് സർക്കാർ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് സമൻസോ ഭയപ്പെടുത്തുന്ന നോട്ടീസോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. മോഷ്ടാക്കൾ നിങ്ങളുടെ വിലപിടിച്ച വസ്തുവകകൾ, നിങ്ങൾക്ക് പണം, ആഭരണങ്ങൾ മുതലായവ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഇനി അത് നിങ്ങൾ കല്യാണമൊക്കെ വിളിച്ചു കഴിഞ്ഞിരിക്കാം. പക്ഷെ അത് വേണ്ട എന്ന് വയ്ക്കേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഉറ്റ ബന്ധുവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ നിങ്ങൾക്ക് യോഗം കാണുന്നു. ശത്രുക്കൾ ശല്യം ചെയ്യാം. ശ്രീ ഭദ്രകാളി ദേവിയെ പൂജിക്കുക. കൂടാതെ ശനീശ്വരനെയും രാഹുകേതു ഗ്രഹദേവകളെയും യഥാവിധി നിവേദ്യം വെച്ച് പൂജിച്ച് തൃപ്തിപ്പെടുത്തുക. നിങ്ങൾക്ക് ഇപ്പം നടക്കുന്നത് കണ്ടകശനിയാണ്. 29/3/2025 ശനീശ്വരൻ മീനം രാശിയിലേക്ക് മാറുന്നതിനാൽ അവിടെ നിങ്ങൾക്ക് അഷ്ടമശനിയാണ്. വളരെ ശ്രദ്ധിക്കുക. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന ആവശ്യമായിട്ട് വരുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിന് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.